Hi students, ഇന്ന് നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം with all the components of salary. Problems including all the components of salary. അതിൽ first problem we discuss here, we just discuss the problems, not the solution. Solution you have to work it out. അതിൽ clues ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ in this problem, this is a simple problem. We have to compute the salary, taxable salary of Mr. X for the assessment year 2021. In the last problem we had a mistake. നമുക്ക് അങ്ങനെ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് ബിക്കോസ് ഐ കോപ്പി ഡൗൺ ഫ്രം ദ ടെക്സ്റ്റ് ബുക്ക് ടു ദ PPT സ്ലൈഡ്സ്. അപ്പോൾ ലാസ്റ്റ് പ്രോബ്ലത്തിൽ ഒരു ഐറ്റം വിട്ടുപോയിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യനിൽ. പ്ലീസ് ഫോർ ഗിവ്, ആ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ട്. ഐറ്റം ഇഗ്നോർ ചെയ്ത് പോയിട്ടുണ്ട്. മാക്സിമം കെയർ ഇസ് ടേക്കൺ വൈൽ മേക്കിംഗ് ദിസ് പ്രസൻറ്റേഷൻസ്. ഓക്കെ, പ്ലീസ് ഫോർ ഗിവ് ദ സ്മോൾ ഇഗ്നറൻസസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു 9 items ആണ്. വിൽ ഡിസ്കസ് ഓൾ ദി 9 items. So salary is given, you know, basic salary is given, DA. Pratyam Shradhika, here DA, though it is a fully taxable allowance, it is not part of retirement benefits. അതുകൊണ്ട് തന്നെ if there is HRA calculation or RPF calculation or rent-free house computations, we need not take this DA in those definitions. അത് എടുക്കേണ്ട കാര്യമില്ല because this does not form part of retirement benefits. Next is entertainment allowance. ഇവിടെ മിസ്റ്റർ എക്സ് ഒരു നോർമൽ എംപ്ലോയി ആണ്. അല്ലെങ്കിൽ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ആദ്യം ഫുള്ളി ടാക്സബിളായിട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടതാണ്. ദെൻ ലേറ്റർ ഓൺ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വെദർ ഒരു ഡിഡക്ഷൻ കൊടുക്കണോ എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇവിടെ അത് വരുന്നില്ല ബിക്കോസ് മിസ്റ്റർ എക്സ് ഇസ് എ പ്രൈവറ്റ് എംപ്ലോയി. ദെൻ ദർ ഈസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു RPF ₹88,000. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യണം വെദർ ദിസ് 88,000 എക്സീഡ്സ് 12% ഓഫ് സാലറി എന്നുള്ളത് നമ്മളോട് ചെക്ക് ചെയ്യണം. ഇഫ് ദർ ഈസ് എക്സസ്, ദാറ്റ് എക്സസ് അധികമായിട്ടുണ്ടെങ്കിൽ 12% അധികം ആണ് ഈ 88,000 വരുന്നുണ്ടെങ്കിൽ ആ അധികമായിട്ടുള്ള പോർഷൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റിൽ ടാക്സബിളായിട്ട് കാണിക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ മുന്നേ കാൽക്കുലേഷൻസ് ചെയ്തതാണ്. അതേപോലെ തന്നെ 10% ആണ് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 0.5% അവിടെ എക്സസ് ഉണ്ട്. പ്രിൻസിപ്പൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ 0.5% ഇവിടെ ടാക്സബിൾ ആയിട്ട് വരും. സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് ഇസ് ഫുള്ളി ടാക്സബിൾ അലവൻസ്. മെഡിക്കൽ അലവൻസ് ഇസ് ഓൾസോ ഫുള്ളി ടാക്സബിൾ അലവൻസ്. പിന്നെ ലാർജ് കാറാണ്, ഫോർ ഒഫീഷ്യൽ ആൻഡ് പേഴ്സണൽ പർപ്പസസ് ആണ്. അപ്പോൾ വാല്യുവേഷൻ നോക്കുക. ആൻഡ് എക്സ്പെൻസസ് ആർ മെറ്റ് ബൈ ദി എംപ്ലോയർ എന്ന് സ്പെസിഫിക്കലി ഇറ്റ് ഈസ് ഗിവൺ. സോ തിയറി റെഫർ ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ ഹീ ഈസ് ഗിവൺ എൻ അൺഫേർണിഷ്ഡ് അക്കോമഡേഷൻ ഇൻ എ സിറ്റി വെർ പോപ്പുലേഷൻ ഇസ് 12 lakhs. സോ ഇറ്റ് എക്സീഡ്സ് 10 lakhs. അപ്പോൾ അതിൻ്റെ ഫെയർ റെൻറ്റും കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇവിടെ എംപ്ലോയറുടെ ഹൗസാണെന്ന് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് നത്തിങ് ഇസ് മെൻഷൻഡ് അബൌട്ട് ദ ഓണർഷിപ്പ് ഓഫ് ദി പ്രോപ്പർട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് ടു ബി അസ്യൂംഡ് ദാറ്റ് ദ ഹൗസ് ഇസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ, ദെൻ ദ വാല്യുവേഷൻ ഈസ് ടു ബി ഡൺ. സോ ഇവിടെ നമുക്ക് ഫെയർ റെൻ്റൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിലും ഇറ്റ്സ് നോട്ട് സോ. ഇറ്റ് ഈസ് ടു ബി സപ്പോസ് ദാറ്റ് ദ ഹൗസ് ഇസ് ഓൺഡ് ബൈ ദി എംപ്ലോയർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ 15% ഓർ 10% ഓർ 7.5% ഓഫ് സാലറിയാണ് വാല്യുവേഷൻ വരിക, ഡിപ്പെൻഡിങ് അപ്പോൺ ദ പോപ്പുലേഷൻ ഓഫ് ദ സിറ്റി. ഓക്കെ, അപ്പോൾ അത് അക്കോർഡിംഗ്ലി ചെയ്യുക. അതിൻ്റെ വാല്യുവേഷൻസ് എല്ലാം ഞാൻ ആൻസർ കീസ് ആർ ബീങ് ഗിവൺ. യു കമ്പ്യൂട്ട് ദ പ്രോബ്ലം ആൻഡ് സോൾവ് ഇറ്റ്. അതിൻ്റെ ഗ്രോസ് സാലറിയും ടാക്സബിൾ സാലറി എല്ലാം തന്നിട്ടുണ്ട്. ഡിഡക്ഷൻസ് ചെയ്ത് നോക്കുക. ഓൾ ദി ഐറ്റംസ് ആർ ബീങ് ഡിസ്കസ്ഡ്. ദെൻ വി മൂവ് ഓൺ ടു നെക്സ്റ്റ് പ്രോബ്ലം. ഇത് കുറച്ചും കൂടി ഒരു നല്ലൊരു പ്രോബ്ലമാണ്, ഒരു PG ലെവലിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. ലെറ്റ്സ് സി. മിസ്റ്റർ D. Srinivasan, ഹീസ് എ ഗവൺമെൻറ് എംപ്ലോയി. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ് വേർഡ്, ഹീസ് എ ഗവൺമെൻറ് എംപ്ലോയി. ബിക്കോസ് നമുക്ക് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമായിട്ട് ഡിഡക്ഷൻസ് അവൈലബിൾ ആണ്, അതുകൊണ്ടാണ്. ഹിസ് ബേസിക് സാലറി ഈസ് ഗിവൺ. His DA is 150% of basic salary and it is under the terms of employment. Then see, he is receiving city compensatory allowance also. പക്ഷേ there is a twist in the problem. From 1st January 2020, you know, നമ്മളുടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത്, പ്രീവിയസ് ഇയറിലെ ഇൻകമാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 1st April 2019 മുതൽ 31st March 2020 വരെയുള്ള കാലഘട്ടമാണ് പ്രീവിയസ് ഇയർ. അപ്പോൾ ഇവിടെ 1st January 2020 മുതൽ ഹിസ് സാലറി ഹാസ് ബീൻ റിവൈസ്ഡ് അറ്റ്. പിന്നെ അയാളുടെ സാലറി ജനുവരി മുതൽ 36,000 പെർ മന്ത് ആണ്. DA ഈ 36,000ൻ്റെ 5% ആണ് അയാളുടെ DA. CCA 300 എന്നുള്ളത് എന്തായി മാറി, 200 എന്നുള്ളത് 500 മാറിയിട്ടുണ്ട്. സോ 2020 ജനുവരി മുതൽ വേറെ സാലറിയാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം 2 തരത്തിലുള്ള സാലറി വരുന്നത്. ബേസിക് സാലറി 2 തരത്തിൽ വരുന്നുണ്ട്. ഡിസംബർ വരെ ഒരു സാലറിയും പിന്നെ ജനുവരി മുതൽ വേറെ സാലറിയാണ്. അതുപോലെ തന്നെ DA ഡിസംബർ വരെ ഒന്നും
1st April മുതൽ 31st December വരെ ഒരു സാലറിയും ഒരു ഡി എയും പിന്നെ വേറെ ഡി എ ആണ്. അപ്പോൾ 2 തരത്തിലാണ് ഇയാൾക്ക് ഇവിടെ സാലറിയും ഡി എയും CCA അടക്കം സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് അടക്കം വരുന്നത്. അപ്പോൾ അങ്ങനെ തന്നെ കമ്പ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇനി 1st March 2020 he gets arrears of salary. Arrears of salary is a component of salary and it is fully taxable. അപ്പോൾ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ arrears of salary received എന്ന് പറഞ്ഞിട്ട് തന്നെ fully taxable ആയിട്ട് കാണിക്കണം. ദെൻ ടൂർ അലവൻസ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടൂർ അലവൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അലവൻസിൻ്റെ ഡെഫിനേഷൻ ഉണ്ട്. അത് ടൂർ അലവൻസ്, ഓഫീസ് ടൂർ ആണെങ്കിൽ അതിനെ നമ്മൾ ട്രാവലിംഗ് അലവൻസ് ഫോർ ഓഫീസ് പർപ്പസസ് ആണ്. അതായത് നമ്മൾ അലവൻസസ് പഠിക്കുമ്പോൾ നമ്മളുടെ 3rd ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള സ്പെഷ്യൽ അലവൻസ് ഫോർ ഓഫീസ് പർപ്പസസിലെ ട്രാവൽ അലവൻസ് ഉണ്ട്. അവിടെയാണ് ഈ ടൂർ അലവൻസ് വരുന്നത്. സോ ഐ ഹാവ് ഗിവൺ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ വർക്കിംഗ് നോട്ട്സിൽ തന്നിട്ടുണ്ട്, അതൊന്ന് നോട്ട് ഡൗൺ ചെയ്യുക. സോ ടൂർ അലവൻസ് ഈസ് എ ട്രാവലിംഗ് അലവൻസ്, ദാറ്റ് ഈസ് എ സ്പെഷ്യൽ അലവൻസ് ഫോർ ഓഫീസ് പർപ്പസസ് ആൻഡ് ഇറ്റ് ഈസ് ഫുള്ളി എക്സെംപ്റ്റ്. ഓക്കെ, ബിക്കോസ് നമുക്ക് വേറെ ഒന്നും അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ല. ടൂറിന് വേണ്ടി ഇത്ര ഉപയോഗിച്ചു എന്നോ ട്രാവലിങ്ങിന് ഇത്ര ഉപയോഗിച്ചു എന്നൊന്നും പറയാത്തത് കൊണ്ട് ഫുൾ എമൗണ്ടും ടൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമെന്നും ഓഫീസ് ടൂറിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുമെന്നും എക്സെംപ്റ്റ് ആണെന്നും നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. അടുത്തത് ഓവർ ടൈം അലവൻസ് ആണ്. ദാറ്റ് ഈസ് എ ഫുള്ളി ടാക്സിബിൾ അലവൻസ്. നെക്സ്റ്റ് ഈസ് എ സ്പെഷ്യൽ അലവൻസ് ഫോർ ഡ്യൂട്ടി പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്സ് എ സ്പെഷ്യൽ അലവൻസ് ഫോർ ഓഫീസ് പർപ്പസസ്. അപ്പോൾ അതും ഫുള്ളി എക്സെംപ്റ്റ് ആവും. ഓക്കെ, നെക്സ്റ്റ് ഈസ് അപ്പോൾ അതും ഫുള്ളി എക്സെംപ്റ്റ് ആയിട്ട് കാണിക്കണം. നേരത്തെ പറഞ്ഞ ടൂർ അലവൻസും ദിസ് സ്പെഷ്യൽ അലവൻസ് ഫോർ പെർഫോമൻസ് ഓഫ് ഓഫീസ്, അതിൻ്റെ പേര് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. സ്പെഷ്യൽ അലവൻസ് ഫോർ ഓഫീസ് പർപ്പസസ് എന്ന് നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ. അപ്പോൾ അത് ഫുള്ളി എക്സെംപ്റ്റ് ആയിട്ട് തന്നെ കാണിക്കാം. ദെൻ റെൻറ്റ് ഫ്രീ ഹൗസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെൻറ്റ് ഓഫ് വിച്ച് ഇസ് 300 per month അക്കോർഡിംഗ് ടു ഗവൺമെൻറ് റൂൾസ്. ഇപ്പോൾ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഇറ്റ് ഈസ് നമ്മൾ എന്താ വാല്യുവേഷനിൽ പഠിച്ചിരിക്കുന്നത്, ഇറ്റ് ഈസ് ദ ലൈസൻസ് ഫീ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ് ആണ് അതിൻ്റെ വാല്യുവേഷനായിട്ട് വരിക. പ്ലസ് ഫർണിച്ചർ ഉണ്ടെങ്കിൽ അതിൻ്റെ 10% കൂടി ആഡ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഫെയർ റെൻറ്റ് തന്നിട്ടുണ്ടെങ്കിലും അക്കോർഡിംഗ് ടു ഗവൺമെൻറ് റൂൾസ് ഇറ്റ് ഈസ് 300 per month. അപ്പോൾ അതാണ് നമ്മളിവിടെ വാല്യുവേഷനായിട്ട് കാണിക്കേണ്ടത്. അതിൻ്റെ ഫർണിച്ചറിൻ്റെ കോസ്റ്റ് ആഡ് ചെയ്യുക. ദെൻ ദർ ഈസ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം, ദാറ്റ് ഈസ് ഫുള്ളി എക്സെംപ്റ്റ്. ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമിലേക്കുള്ള ഗവൺമെൻറ് കോൺട്രിബ്യൂഷനൊക്കെ ഫുള്ളി എക്സെംപ്റ്റ് ആണ്. പിന്നെ ഹിയർ മിസ്റ്റർ ഡി ശ്രീനിവാസൻ ഇസ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡൻറ്റ് ഫണ്ട്. ഓൺ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിലും എക്സെംപ്റ്റഡ് ആണ്. ഇനി SPFൻ്റെ കേസിലാണെങ്കിൽ എംപ്ലോയറിൻ്റെ കോൺട്രിബ്യൂഷനും എക്സെംപ്റ്റഡ് ആണ്. റെഫർ ദ നോട്ട്സ്. Then he has paid a professional tax of 500 rupees and an income tax of 6,200. ഇൻകം ടാക്സ് പേ ചെയ്തു എന്നുള്ളത് നമുക്കിവിടെ ആവശ്യമേ ഉള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാം. പ്രൊഫഷണൽ ടാക്സ് എവിടെ കാണിക്കണം? ഡിഡക്ഷനിൽ നമ്മൾ കാണിക്കാറുണ്ട് ഫ്രം ഗ്രൂസ് സാലറി. ദെൻ ഹീ ഈസ് റിസീവിങ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഓൾസോ. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമ്മൾ ആദ്യം ഇയാളുടെ ടാക്സബിൾ സാലറി സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുകയും പിന്നീട് ഇയാൾ ഗവൺമെൻറ് എംപ്ലോയി ആയതുകൊണ്ട് ഹിയർ ഹീ ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ആ സെൻറ്റൻസ് ടേക്ക് കെയർ ഓഫ് ദാറ്റ് സെൻറ്റൻസ്. കമ്പ്യൂട്ട് ദ ടാക്സബിൾ സാലറി ഇഫ് ദ സാലറി ബിക്കംസ് ഡ്യൂ ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് നെക്സ്റ്റ് മന്ത്. അതായത് എപ്പോഴും ഒരു മാസത്തെ സാലറി അടുത്ത മാസം 1-ാം തീയതിയാണ് കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ബിക്കോസ് നമ്മൾ പറഞ്ഞുതരാം. ഇത്രയുമാണ് പ്രോബ്ലം ഡീറ്റെയിൽസ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം കമ്പ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഞാനിതിൽ വേണ്ടതായിട്ടുള്ള അത്യാവശ്യം ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുള്ള നോട്ട്സൊക്കെ വർക്കിംഗ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ബ്രീഫ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് സാലറി കമ്പ്യൂട്ടേഷൻ വരുന്നത്, DA ആൻഡ് CCA നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടത് എത്രയൊക്കെയാണെന്ന് ഞാൻ പ്രത്യേകം കാണിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇയാൾക്ക് എപ്പോഴും വരിക 10 മാസം ഒരു ശമ്പളവും 2 മാസം വേറെ ശമ്പളവും പുതിയ ശമ്പളമാണ് വരിക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് നമുക്കറിയാം ഏപ്രിൽ 1-ാം തീയതി മുതൽ ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മാർച്ചിലെ ശമ്പളം ഏപ്രിൽ 1-ാം തീയതി കിട്ടുന്നു, ഏപ്രിലെ മെയ്, അങ്ങനെ നവംബറിലെ ശമ്പളം ഡിസംബർ 1-ാം തീയതിയും ഡിസംബറിലെ ശമ്പളമാണ് ജനുവരി 1-ാം തീയതി കിട്ടുന്നത്. ഓക്കെ, ജനുവരിയിലെ ശമ്പളം കിട്ടുന്നത് ഫെബ്രുവരി 1-ാം തീയതിയും ഫെബ്രുവരിയിലെ ശമ്പളം കിട്ടുന്നത് മാർച്ച് 1-ാം തീയതിയുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വരുമ്പോൾ ഫെബ്രുവരി 1-ാം തീയതി കിട്ടുന്ന ശമ്പളമാണ് പുതുക്കിയ ശമ്പളം. ജനുവരിയിലെ ശമ്പളമാണല്ലോ പുതുക്കിയിരിക്കുന്നത്, അത് കിട്ടുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. അപ്പോൾ ഫെബ്രുവരി 1-ാം തീയതിയും മാർച്ച് 1-ാം തീയതിയും, ഏപ്രിൽ പിന്നെ വരില്ല. നമ്മുടെ ഒരു ഇയർ കണക്കാക്കുമ്പോൾ 1-4-2019 മുതൽ 31-3-2020 വരെയാണ്. അതിൽ ജനുവരി 2020 സാലറി മാറിയെങ്കിലും ആ മാസത്തെ ശമ്പളം കിട്ടാൻ പോകുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഫെബ്രുവരിയിലെ ശമ്പളം കിട്ടാൻ പോകുന്നത് മാർച്ച് 1-ാം തീയതിയാണ്. അതായത് 2020 മാർച്ച് 1-ാം തീയതി. അങ്ങനെ വരുമ്പോൾ 10 സാലറി ഇയാൾ പഴയതും 2 സാലറിയാണ് ഇയാൾ പുതിയതും വാങ്ങിയിരിക്കുന്നത്. പ്ലീസ് നിങ്ങൾ എഴുതി വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ക്ലിയർ, 1-ാം തീയതികളിലെ ശമ്പളം കണക്കാക്കി നോക്കുക. ഏപ്രിൽ 1-ാം തീയതി എഴുതുക, മാർച്ച്, ഏപ്രിൽ, മെയ് 1, അതായത് 1st April 2019, അതുപോലെ 1st May 2019,
അങ്ങനെ എഴുതിയിട്ട് ഓരോ 1-ാം തീയതി മേടിക്കുന്ന ശമ്പളത്തിൻ്റെ എമൗണ്ട് നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ക്ലിയർ ആവും. 10 മാസം ഇയാൾ പഴയ ശമ്പളവും 2 മാസം പുതിയ ശമ്പളവുമാണ് മേടിക്കുന്നത്. അതുകൊണ്ടാണ് എല്ലാ കാൽക്കുലേഷനിലും പഴയ സാലറി വെച്ചിട്ട് 10ഉം പുതിയ സാലറി ഇൻറ്റു 2ഉം ചെയ്തിരിക്കുന്നത്. ദിസ് എമൗണ്ട്സ് ആണ് നിങ്ങൾ ബേസിക് സാലറി ആയിട്ടും DA ആയിട്ടും CCA ആയിട്ടും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കേണ്ടി വരിക. ബിക്കോസ് അവിടെ റിവിഷൻ വന്നിട്ടുണ്ട് ജനുവരിയിൽ. ആ റിവിഷൻ ആണെങ്കിലോ അയാൾക്ക് ശമ്പളം കിട്ടുന്നതോ നെക്സ്റ്റ് മന്തിൽ ഫസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്ന ലാസ്റ്റ് സെൻറ്റൻസ് ഇല്ലായിരുന്നെങ്കിൽ ഇതെങ്ങനെ ആവുമായിരുന്നു? 9 months പഴയതും 3 months പുതിയതുമായിട്ട് വന്നേനെ. കറക്റ്റ് അതാത് മാസത്തെ ശമ്പളം അതാത് മാസം കിട്ടുമായിരുന്നെങ്കിൽ 9 മാസത്തെ ശമ്പളം പഴയതും, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ അത് പഴയതും, ജനുവരി, ഫെബ്രുവരി, മാർച്ച് പുതിയതും കിട്ടുന്നതായിട്ട് കാണിക്കാമായിരുന്നു. അപ്പോൾ പഴയത് ഇൻറ്റു 9ഉം പുതിയത് ഇൻറ്റു 3ഉം വെച്ചിട്ടാണ് ചെയ്യേണ്ടി വരുമായിരുന്നത്. പക്ഷേ ഇങ്ങനൊരു കണ്ടീഷൻ വന്നതുകൊണ്ടാണ് 10 പഴയതും 2 മാസത്തെ പുതിയതും ആയത് കേട്ടോ. ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ടേക്ക് നോട്ട് ഓഫ് ദാറ്റ്, നോട്ട് ഇറ്റ് ഡൗൺ വൈൽ വർക്കിംഗ് ഔട്ട് ദ പ്രോബ്ലം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് ഞാൻ പറഞ്ഞ ടൂർ അലവൻസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ലൈഡുകൾ വായിച്ച് നോക്കുക. എല്ലാതിനെക്കുറിച്ച് റെൻറ്റ് ഫ്രീ ഹൗസിൻ്റെ വാല്യുവേഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ടു GIS ഈസ് എക്സെംപ്റ്റ് എല്ലാ പ്രത്യേക നോട്ട്സും തന്നിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റ് അലവൻസിനെ എങ്ങനെ ഡിഡക്റ്റ് ചെയ്യാം അതിൻ്റെയും ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. തിയറി ഓൾറെഡി ഞാൻ തന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഡിഡക്ഷൻ വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. ലീസ്റ്റ് എമൗണ്ട് ആണ് ഡിഡക്റ്റബിൾ ആകുന്നത്. അതായത് ഒന്നുകിൽ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ഓർ 1/5 ഓഫ് സാലറി, ബേസിക് സാലറി ഓർ 5,000 വിച്ച് എവർ ഈസ് ലെസ് ആണ് ഡിഡക്റ്റബിൾ ആകുന്നത്. ബിക്കോസ് ഹി ഈസ് എ ഗവൺമെൻറ് എംപ്ലോയി, ഹീസ് റിസീവിംഗ് ആൻ എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. സോ ദാറ്റ് എമൗണ്ട് ഹി ക്യാൻ ക്ലെയിം എ ഡിഡക്ഷൻ ഓൺ അക്കൗണ്ട് ഓഫ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് റിസീവിംഗ് സെക്ഷൻ 16 അനുസരിച്ചിട്ട്. അപ്പോൾ അത് കിട്ടുന്നത് ഇവിടെ 5,000 രൂപയാണ് ഇയാൾക്ക് ഇവിടെ ഡിഡക്റ്റബിൾ ആകുക. അപ്പോൾ ഇയാളുടെ ഗ്രോസ് സാലറി കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൊഫഷണൽ ടാക്സും എൻ്റർടൈൻമെൻറ്റ് അലവൻസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും 3 ഡിഡക്ഷൻസ് വരും. സോ യു കമ്പ്യൂട്ട് ഇറ്റ്, കാൽക്കുലേറ്റ് ഇറ്റ്. ഗ്രോസ് സാലറി ഇത്രയാണ്, ടാക്സിബിൾ സാലറി ഇത്രയാണ്, ആൻസർ ഈസ് ഗിവൺ. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവരും സ്വന്തമായിട്ട് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. സൊല്യൂഷൻ ഞാൻ തന്നിട്ടില്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റണം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകെ തനിയെ ചെയ്യാൻ പറ്റണം. ഓക്കെ, ഹോപ്പ് യു ക്യാൻ വർക്ക് ഇറ്റ് ഔട്ട്. സ്പെസിഫിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. താങ്ക് യു, ബൈ.